ഗൈസ്, വെൽക്കം ടു ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. അപ്പോ എല്ലാവരും S3ന്റെ ക്ലാസ്സും എക്സാമും ഒക്കെ കഴിഞ്ഞ് S4ന്റെ ക്ലാസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോ ഇത്രയും ഈ 3 സെമ്മിലും നിങ്ങൾ മാത്സ്, ഇലക്ട്രിക്കലും ഫിസിക്കലും ഗ്രൂപ്പ് സിക്കും ഗ്രൂപ്പ് ബിക്കും മാത്സ് രണ്ടുപേർക്കും ഒരുമിച്ചായിരുന്നു അല്ലെ. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ ആൻഡ് ഫിസിക്കൽ സയൻസ് 3 ആയിട്ടായിരുന്നു S3ല്. S2ലായപ്പോൾ അത് 2 ആയി ആൻഡ് S1ലായപ്പോൾ അത് 1 ആയിരുന്നു. സോ ഇവിടെ പക്ഷെ ഈ സെമ്മും കൂടെ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് മാത്സ്. സോ ഈ സെമ്മില് നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 മാത്സ് ആണ്. ഓക്കെ, മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ്. ഓക്കെ, മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 4 എന്നാണ് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേര്. GBMAT 401. ഓക്കെ, ഗ്രൂപ്പ് ബിക്കാരാണ്. സോ GBMAT 401 ആണ് നിങ്ങൾക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ള മാത്സ്. ഫിസിക്കൽ സയൻസുകാർക്ക്, ഗ്രൂപ്പ് സിക്കാർക്ക്, അവർക്ക് മാത്തമാറ്റിക്സ് ഫോർ ഫിസിക്കൽ സയൻസ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഈ സെമ്മില് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസസ് 4 ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഈ സെമ്മിലെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, പിന്നെ എങ്ങനെയൊക്കെ എക്സാമിന് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഈ സെമ്മിലെ പേപ്പറിന്റെ പേരെന്താ? മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 4. ആൻഡ് ഇതിന്റെ കോഴ്സ് കോഡ് വരുന്നത് GBMAT 401. ഓക്കെ, സോ കഴിഞ്ഞ 3 സെമ്മിലെയും പോലെ തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ. ഇന്റേണൽ എക്സാമിന് 40 മാർക്കാണ് ഉണ്ടാവുക ടോട്ടൽ, എക്സ്റ്റേണൽ എക്സാമിന് 60 മാർക്കാണ് ടോട്ടൽ. ഓക്കെ, ഇനിയോ 3 ക്രെഡിറ്റിന്റെ പേപ്പറാണ് ഇത്. ഇലക്ട്രിക്കൽ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് 4 എന്ന് പറയുന്നത് 3 ക്രെഡിറ്റിന്റെ പേപ്പറാണ്. ഓക്കെ, സാധാരണ ഈ 3 സെമ്മിലും നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ എക്സാം ടോട്ടൽ എത്ര അവേഴ്സിനാണ് ഉണ്ടാവുക? 2.5 hours, 2 hours 30 minutes അല്ലെ, കഴിഞ്ഞ സെമ്മത്തേക്ക് പോലെ തന്നെ. സോ ഈ സെമ്മില് നിങ്ങൾക്ക് ഈ പേപ്പർ കറക്റ്റ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ബേസിക് കാൽക്കുലസ് നിങ്ങൾക്ക് അറിയണം. കാരണം ഈ സെമ്മിലെ പേപ്പർ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ആണ് പഠിക്കാനുള്ളത്. സോ നിങ്ങൾക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യാനുണ്ടാവും, ഇന്റഗ്രേഷൻ ചെയ്യാനുണ്ടാവും, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യാനുണ്ടാവും. ആൻഡ് എന്താണ്, ഇക്വേഷൻസ് സോൾവ് ചെയ്യാനുണ്ടാവും, വേരിയബിൾസുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ബേസിക് കാൽക്കുലസ് നിങ്ങൾക്ക് അറിയണം. ഇൻ കേസ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വെറുതെ മെല്ലെ അങ്ങനെ ഈ ഒരു കോഴ്സ് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോ ബേസിക് കാൽക്കുലസ് ആണ് നിങ്ങൾക്ക് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇതൊരു തിയറി പേപ്പർ ആണ്, പ്രാക്ടിക്കൽ പേപ്പർ അല്ല. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ഇതിലെ ഇന്റേണൽ ഇവാലുവേഷന്റെ പാറ്റേൺ എങ്ങനെയാണ്? ഫസ്റ്റ് അറ്റൻഡൻസ് 40 മാർക്കാണ് ടോട്ടൽ ഇന്റേണൽ അല്ലെ. ഇതില് 5 മാർക്ക് അറ്റൻഡൻസിന് ആൻഡ് പ്രോജക്റ്റിന് 15 മാർക്കാണുള്ളത്. ഓക്കെ, ആൻഡ് ഇന്റേണൽ എക്സാം നിങ്ങൾക്ക് 2 ഇന്റേണൽ എക്സാം ഉണ്ടാവും. ഫസ്റ്റ് ഇന്റേണൽ എക്സാമും സെക്കൻഡ് ഇന്റേണൽ എക്സാമും. ഫസ്റ്റ് ഇന്റേണലിന് 10 മാർക്കും സെക്കൻഡ് ഇന്റേണലിന് 10 മാർക്കും ആയിട്ട് ടോട്ടൽ 20 മാർക്കിന്റെ ഇന്റേണൽ എക്സാം ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൊത്തം 40 മാർക്കാണ് ഇന്റേണലില്. ഓക്കെ, ഇനിയോ എൻ സെമിസ്റ്റർ എക്സാം. നിങ്ങളുടെ എൻ സെമിസ്റ്റർ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ, സോ 2 പാർട്ട്, ഇത്രയും സെമ്മിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ എക്സാമിന്റെയും പോലെ തന്നെയാണ് ഇതിന്റെയും. 2 പാർട്ട് ആയിട്ടാണ് നിങ്ങളുടെ എക്സാം പേപ്പർ ഉണ്ടാവുക. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ, എല്ലാ ക്വസ്റ്റ്യനും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതില് ഓരോ മൊഡ്യൂളിൽ നിന്നും നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ് ഉണ്ടാവുക. ഇതിലെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും അല്ലെ. 2 questions ഫ്രം ഈച്ച് മൊഡ്യൂൾ, ടോട്ടൽ ഓഫ് 8 questions, ഈച്ച് ക്യാരിയിങ് 3 marks അല്ലെ. മൊത്തം 8 ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കാണ്? 3 മാർക്കാണ്. ഓക്കെ, അങ്ങനെ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, സോ 8 into 3 ടോട്ടൽ പാർട്ട് എയിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആ മാക്സിമം മാർക്കും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആരും പേടിക്കണ്ട. ഓക്കെ, മാത്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയുള്ള ഒരു സംഭവമായിരിക്കും അല്ലെ. പക്ഷേ ഇത് കുറച്ചും കൂടെ എന്താ പറയാ, നല്ല മാത്സ് ആണ് നിങ്ങൾ ഇതിൽ പഠിക്കുക. ഓക്കെ, അപ്പോ പാർട്ട് ബി വരുന്ന സമയത്ത് എന്താണ് പാർട്ട് ബിയിലുള്ളത്? 2 questions will be given from each module, out of which 1 question should be answered. അപ്പോൾ പാർട്ട് ബിയുടെ പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 questions ആയിട്ടാണ് ഉണ്ടാവുക. അതിൽ ഈ 2ഉം ഓർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒന്നെങ്കിൽ ഫസ്റ്റ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ മതിയായിരിക്കും അല്ലെ. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 subdivision അല്ലെ. ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ഒക്കെ ആയിട്ടായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഓർ
വേറൊരു ക്വസ്റ്റ്യൻ എയും ബിയും ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു മൊഡ്യൂളത്തെ ക്വസ്റ്റ്യൻ അല്ലെ. അങ്ങനെ 4 മൊഡ്യൂളൊന്നും ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് വീതം നിങ്ങൾക്ക് ഉണ്ടാവും. 4 മൊഡ്യൂളൊന്നും 2 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. ഇതിൽ 2 ഓറായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയോ. അങ്ങനെയാണ് നിങ്ങൾ സാധാരണ ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ്. ഓക്കെ, ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 9 മാർക്സ്. സോ ഒരു മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്കാണ് പാർട്ട് ബിയിൽ ഉണ്ടാവുക? 9 മാർക്ക്. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ 4 × 9 36 മാർക്കാണ് നിങ്ങൾക്ക് പാർട്ട് ബിയിൽ ഉണ്ടാവുക. ഓക്കെ, സോ ടോട്ടൽ 60 മാർക്കിന്റെ എക്സാം ആണ് നിങ്ങളുടെ എക്സ്റ്റേണൽ സെം എക്സാം. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? പേടിക്കണ്ട, നമുക്ക് ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് ഈ ടോട്ടൽ 60 മാർക്ക് നിങ്ങൾക്ക് മാക്സിമം നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, ഇനി അപ്പോ നിങ്ങൾ ഈ ഒരു സെം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്സ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോ ഫസ്റ്റത്തെ ഒരു 3 മൊഡ്യൂൾസിന് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ JL ഡിവോറിന്റെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസസ് ഈ ബുക്കാണ്. ഓക്കെ, ഇത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ബുക്കാണ്. നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ 9th എഡിഷൻ 2016 9th എഡിഷൻ ആണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് മൊഡ്യൂളിന് പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റാൻഡം പ്രോസസ്സസ് എന്ന് പറയുന്ന ബുക്കാണ്. ഓക്കെ, ടി വീരരാജൻ എഴുതിയിട്ടുള്ള 3rd എഡിഷൻ ബുക്കാണ് നിങ്ങൾക്ക് ലാസ്റ്റ് മൊഡ്യൂളിനും യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടുമാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്സ്, ടെക്സ്റ്റ് ബുക്സ്. ഇനി അടുത്തത് ഇതൊക്കെയാണ് നിങ്ങളുടെ റെഫറൻസ് ബുക്സ്. ഇത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ സിലബസിലെ കാര്യങ്ങൾ അതുപോലെ വരുന്നത് ഈ 2 ബുക്സിലുമാണ്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ഈ 4 ബുക്സും യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? പ്രോബബിലിറ്റി, റാൻഡം വേരിയബിൾസ് ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസ്. പൗളിസ് എ ആൻഡ് പിള്ളൈ എസ്യുവിന്റെ പ്രോബബിലിറ്റി, റാൻഡം വേരിയബിൾസ് ആൻഡ് സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. അല്ലെങ്കിലോ ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് സയൻസസ് എന്ന് പറയുന്ന റോസ് എസ്എമ്മിന്റെ ബുക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ 6th എഡിഷൻ. പിന്നെ ഇതല്ലെങ്കിൽ പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സസ്. സോ റാൻഡം പ്രോസസ്സിനെ പറ്റി ഒന്നും കൂടെ നോളജ് കിട്ടാൻ പ്രോബബിലിറ്റി ആൻഡ് റാൻഡം പ്രോസസ്സസ് എന്ന് പറയുന്ന ബുക്ക് യൂസ് ചെയ്യാം. പളനിയമ്മാൾ എസിന്റെ 3rd എഡിഷൻ. ഓക്കെ, അടുത്തത് ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി എന്ന് പറയുന്ന ആൻഡേഴ്സൺ ടിമോ ബെനഡിക്റ്റിന്റെ വേറൊരു ബുക്ക് ഉണ്ട്, അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിന്റെ 1st എഡിഷൻ ബുക്കാണ്. സോ ഈ ബുക്സ് ഒക്കെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ നോളജ് നിങ്ങളുടെ പഠിക്കുന്നതിന് കൂടെ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിലും എക്സ്ട്രാ നോളജ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ഈ 4 ബുക്സും ആണ് റെഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമുക്കിനി നമ്മുടെ ഈ ഒരു സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ 4 മൊഡ്യൂൾസിലുമായിട്ട് നിങ്ങൾക്ക് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഈ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് മൊത്തത്തിൽ എന്താണ് പഠിക്കാനുള്ളത്? പ്രോബബിലിറ്റിനെ പറ്റിയിട്ടാണ്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ അത് അൺസർട്ടൈനിറ്റിക്ക് ഒരു മാത്തമാറ്റിക്കൽ ലാംഗ്വേജ് കൊടുക്കുകയാണ് പ്രോബബിലിറ്റി ചെയ്യുക. എല്ലാ കാര്യങ്ങളും അൺസർട്ടൈൻ ആണ് അല്ലെ, നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും. ഇപ്പൊ നിങ്ങളുടെ കേസിൽ നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോ ഒരു സിഗ്നൽ പോയി കഴിഞ്ഞ് അത് അവിടെ എത്തുന്നുണ്ടോ എന്ന്, അവിടെ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായി കഴിഞ്ഞാൽ ആ സിഗ്നല് അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ എത്തൂല അല്ലെ. സോ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യാണ്? പ്രോബബിലിറ്റി മാപ്പ് ചെയ്യാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോബബിലിറ്റി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു പ്രോബബിലിറ്റിന്റെ ബേസ് തൊട്ട് അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ വരെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്ലിക്കേഷൻ വരുന്ന റാൻഡം പ്രോസസ്സസ് വരെ അതിന്റെ ഹയർ ലെവൽ വരെ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ റാൻഡം വേരിയബിൾസ് എന്താണെന്നാണ് പഠിക്കുക. പ്രോബബിലിറ്റി റാൻഡംനെസിന്റെ മെഷർ ആണ്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിക്കും. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുന്നത് എന്താണ്? ഈ റാൻഡം വേരിയബിൾസിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. സോ ഇതിലെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് ദെയർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസും നിങ്ങൾ പഠിക്കും. പിന്നെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ്, എക്സ്പെക്ടേഷൻ, മീൻ ആൻഡ് വേരിയൻസ്. സോ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസിന്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസും ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ കുറേ പ്രോബബിലിറ്റി, സ്പെഷ്യൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കും. നമ്മുടെ ചുറ്റും നടക്കുന്ന പല റാൻഡം ഇവന്റ്സിനെയും നമുക്ക് ഇങ്ങനെയുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വെച്ചിട്ട് നമുക്ക് അതിനെയൊക്കെ ടൈം ചെയ്യാം. ഓക്കെ, അത് എങ്ങനെയാണ് നടക്കാൻ ചാൻസ് ഉള്ളത് എന്ന് നമുക്ക് പറയാം.
ഓരോ സംഭവങ്ങളുടെയും ചാൻസ് നമുക്ക് പറയാം. അത് ഇന്നെ പോലെ നടക്കും എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഓരോന്നിന്റെയും ചാൻസ് നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻസും പ്രോബബിലിറ്റി ഒക്കെ അറിയുമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് ഡിസ്ട്രിബ്യൂഷൻസും. ഓക്കെ, പോസോണും ബൈനോമിയലും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വരുന്ന നമ്പർ ഓഫ് ഫോൺ കോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, ഒരു ഇന്റർവെൽ ഓഫ് ടൈമിൽ നടക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു സംഭവം കറക്റ്റ് അവിടെ എത്തിയോ എത്തിയില്ലേ, അങ്ങനെ സക്സസും ഫെയിലിയറും തമ്മിൽ മാപ്പ് ചെയ്യാനാണ് ബൈനോമിയൽ ഒക്കെ. അപ്പോ ഓരോ ടൈപ്പ് ഓഫ് ഇവന്റ്സിനും നമ്മൾ ഇങ്ങനെ ഓരോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആയിട്ട് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓരോ ഇവന്റ്സിന്റെയും എങ്ങനെയാണ് ഔട്ട്കം വരാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ജോയിന്റ് PMFനെ പറ്റി പഠിക്കും. ഓക്കെ, ഇത് നമ്മൾ ആദ്യത്തെ ഒക്കെ ഒരു റാൻഡം വേരിയബിൾ വരുന്ന കേസാണ് ആദ്യത്തെ ഭാഗത്ത് പഠിക്കാം. എന്നിട്ട് രണ്ടാമത്തെ ലാസ്റ്റ് ഭാഗത്ത് വരുമ്പോൾ നമ്മൾ ജോയിന്റ് PMF എന്താണെന്ന് പഠിക്കും. രണ്ട് റാൻഡം വേരിയബിൾസ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക, രണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ എക്സ്പെക്ടേഷൻ, മീൻ, വേരിയൻസ്, അതുപോലെ മാർജിനൽ ഡെൻസിറ്റി ഫംഗ്ഷൻ, ഇൻഡിപെൻഡൻസ് എങ്ങനെയൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കാം. ഓക്കെ, സോ ഈ മൊഡ്യൂൾ 1 പഠിച്ച കാര്യങ്ങളുടെ വേർഷൻ ആണ് നമുക്ക് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളത്. അപ്പൊ റാൻഡം വേരിയബിൾസിനെ രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസും. ഇതില് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസിന്റെ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കുക. കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആണ്. ഇതിനെയൊക്കെ ഡിസ്ക്രീറ്റ് ആയിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്ക് എണ്ണാൻ പറ്റില്ല അല്ലെ. പല കാര്യങ്ങളും ഒരു ഇന്റർവെൽ ഓഫ് ടൈമിന്റെ ഉള്ളിൽ നടക്കാം അല്ലെ. ഇതിന്റെ മാക്സിമം ഇതാണ്, മിനിമം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ നമുക്ക് പറയാൻ പറ്റും. സോ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളെ മാപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ 2 കാര്യങ്ങൾ. ഓക്കെ, continuous random variables and their probability distributions, cumulative distribution function, expectation, mean and variance. So continuous random variable ന്റെ probabilitiesഉം expectationഉം ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് continuous distributions, നമ്മൾ അവിടെ പറഞ്ഞ പോലെ continuousലും നമുക്ക് കുറച്ച് distributions ഉണ്ട്. Uniform distribution, normal distribution and exponential distribution. ഈ 3 distributionsനെ പറ്റി നമ്മൾ പഠിക്കും. ഇതിൽ ഈ നോർമൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എറർ മെഷർമെന്റിന്റെ സമയത്ത്, പ്രഡിക്ഷന്റെ സമയത്തൊക്കെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നല്ലോണം ആവശ്യം വരും. ഓക്കെ, ഇലക്ട്രിക്കൽ സയൻസ് പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. സോ നിങ്ങൾക്ക് എന്തായാലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ജോയിൻ PDF ഓഫ് 2 കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ പോലെ തന്നെ അവിടെയൊക്കെ നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ജോയിൻ PDF പഠിച്ചു. ഇവിടെ എത്തുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന്റെ ജോയിൻ PDF എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ ജോയിൻ PDFഉം മാർജിനൽ PDFഉം ഇൻഡിപെൻഡൻസും ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് കേസിൽ നമ്മൾ മൊഡ്യൂൾ 2 പഠിക്കും. ഇനി ആ മൊഡ്യൂൾ 2 കഴിഞ്ഞ് മൊഡ്യൂൾ 2 അപ്പം നമ്മൾ മൊഡ്യൂൾ 1ഉം 2ഉം ഒക്കെ ആയപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പ്രോബബിലിറ്റിയുടെയും റാൻഡം വേരിയബിൾസിന്റെ ഒക്കെ ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കി. ഇത് കഴിഞ്ഞ് നമ്മൾ മൊഡ്യൂൾ 3 എത്തുമ്പോഴാണ് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച ഒരു സാധനം ശരിയാണോ തെറ്റാണോ, അത് എത്രത്തോളം നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്കമുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മൊഡ്യൂൾ 3 കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമ്മൾ ഒരു പോപ്പുലേഷനെ പറ്റി പഠിക്കും അല്ലെ. എന്നിട്ട് നമ്മളൊരു പോപ്പുലേഷനെ പറ്റി പഠിക്കുന്ന സമയത്ത് ആ പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ പഠിക്കുക അല്ലെ. മൊത്തത്തില് ഒരു കാര്യത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ആ കാര്യം മൊത്തത്തിൽ നമ്മൾ എടുക്കില്ല. അതൊന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് അതിന്റെ ഫീച്ചർ വെച്ചിട്ട് നമ്മൾ ആ മൊത്തം പോപ്പുലേഷനെ പറ്റി പറയുക ചെയ്യുക അല്ലെ. സോ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിന്റെ സിഗ്നിഫിക്കൻസ് അവിടെ ഉള്ളത്. എത്രത്തോളം നമ്മുടെ സാമ്പിളിന്റെ കാര്യങ്ങൾ പോപ്പുലേഷനുമായിട്ട് അലൈൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കുക. ഓക്കെ, സോ ആദ്യം അതിനെ യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ പോർഷനിൽ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും. അവിടുത്തെ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുക. കോൺഫിഡൻസ് ഇന്റർവെൽസ്, കോൺഫിഡൻസ് ലെവൽ, കോൺഫിഡൻസ് ഇന്റർവെൽസ് ആൻഡ് വൺ സൈഡഡ് കോൺഫിഡൻസ് ഇന്റർവെൽ ഫോർ പോപ്പുലേഷൻ മീൻ, ഇതൊക്കെ നമ്മൾ ആദ്യം പഠിക്കും. ദെൻ ഹൈപ്പോത്തസിസ് ആൻഡ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറർ. അപ്പോൾ ഇങ്ങനെയുള്ള എറേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പഠിക്കും. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്.
നമ്മൾ കണ്ടുപിടിച്ച ഒരു കാര്യം ശരിയാണോ, അത് നമ്മുടെ പോപ്പുലേഷനുമായിട്ട് എത്രത്തോളം മാച്ച് ആവുന്നുണ്ട്, ഈ നമ്മൾ എടുത്ത ഈ ഒരു സാമ്പിൾ എക്സാക്ട് ആ പോപ്പുലേഷനിൽ നിന്ന് തന്നെയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ പോർഷൻ. Z ടെസ്റ്റ് ഫോർ ഹൈപ്പോത്തസിസ് അബൌട്ട് എ പോപ്പുലേഷൻ മീൻ, ടി ടെസ്റ്റ്. ഓക്കെ, രണ്ട് ടെസ്റ്റുകളാണ്, Z ടെസ്റ്റും ടി ടെസ്റ്റും. ദെൻ നമ്മൾ പോപ്പുലേഷൻ പ്രപ്പോർഷൻസ് ടെസ്റ്റ് ചെയ്യാനും ഒരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ ഉള്ളത്. ഓക്കെ, ദെൻ നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ എത്തുമ്പോൾ ഇതാണ് നിങ്ങൾ പലയിടത്തുമായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഫോർത്ത് മൊഡ്യൂളിൽ നിങ്ങൾക്ക് വരിക. ഓക്കെ, ഈ WSS പ്രോസസ്, സ്റ്റേഷനറി പ്രോസസ്സുകളൊക്കെ നിങ്ങൾ അനലോഗ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, അനലോഗ് സിഗ്നൽസിനെ പറ്റിയിട്ടും അനലോഗ് സർക്യൂട്ട്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത്, അനലോഗ് ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നുണ്ടാവും. ഈ സ്റ്റേഷനറി പ്രോസസ്സ്, WSS പ്രോസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതിന്റെയൊക്കെ ബേസ് ആണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കാം. ഇതൊക്കെ മാത്തമാറ്റിക്കലി എങ്ങനെ കണക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഫോർത്ത് മൊഡ്യൂളിൽ എന്തൊക്കെയാണ്? റാൻഡം പ്രോസസ് കൺസെപ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോസസ്, മെത്തേഡ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് റാൻഡം പ്രോസസ്സസ്, സ്പെഷ്യൽ ക്ലാസ്സസ്, ആവറേജ് വാല്യൂസ് ഓഫ് റാൻഡം പ്രോസസ്സസ്. അപ്പോ റാൻഡം പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള ഓരോ റാൻഡം എക്സ്പെരിമെന്റ്സിന്റെയും കണ്ടിന്യൂസ് ആയിട്ടുള്ള നടക്കുമ്പോൾ അത് നമ്മളൊരു റാൻഡം പ്രോസസ് ആയിട്ട് എടുക്കും, അല്ലെ? നിങ്ങളെ ഇപ്പൊ സിഗ്നൽസിന്റെ ഔട്ട്പുട്ട് ആണെങ്കിലും ഇതൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രോബബിലിറ്റിക്കലി പറയാൻ പറ്റും, അല്ലെ? അപ്പൊ ഇങ്ങനെ ഇതിൽ ഇപ്പൊ ഒരു സിഗ്നലിൽ ഒരു നോയ്സ് വരികയാണെങ്കിൽ അത് റാൻഡം ആയിട്ട് നടക്കുന്ന കാര്യമാണ്. സോ അത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെയുള്ള നോയ്സുകളെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാൻഡം പ്രോസസ്സും കാര്യങ്ങളും പ്രോബബിലിറ്റി ഒക്കെ മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ മെഷർ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ റാൻഡം പ്രോസസ്സസ് യൂസ് ചെയ്യുക. ആൻഡ് സ്റ്റേഷനാരിറ്റി, സോ അടുത്ത ഭാഗമാണ് സ്റ്റേഷനാരിറ്റി. SSSഉം WSSഉം ഒക്കെയാണ് സ്റ്റേഷനാരിറ്റിയിൽ നമ്മൾ പഠിക്കുക. SSS പ്രോസസ്സും WSS പ്രോസസ്സും ഒക്കെ പഠിക്കും. പിന്നെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനും അതിന്റെ പ്രോപ്പർട്ടീസും എന്തൊക്കെയാണെന്ന് പഠിക്കും. ദെൻ എർഗോഡിസിറ്റി, മീൻ എർഗോഡിക് പ്രോസസ്, മീൻ എർഗോഡിക് തിയറം, ഇങ്ങനെയുള്ള 3 തിയറംസും പിന്നെ ഈ എർഗോഡിക് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട് കോറിലേഷൻ എർഗോഡിക് പ്രോസസ്സും ഡിസ്ട്രിബ്യൂഷൻ എർഗോഡിക് പ്രോസസ്സും ഒക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോർത്ത് മൊഡ്യൂളിൽ പഠിക്കുക. ഓക്കെ, അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾ ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. സോ സർക്യൂട്ട്സിന്റെ ബിഹേവിയറും കാര്യങ്ങളും, സിഗ്നൽസിന്റെ ബിഹേവിയറും നോയ്സസും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനെയും ഒക്കെ പറ്റി അതിന്റെ ആ ഒരു നേച്ചർ, അല്ലെ? ഇത് നമ്മളെടുത്തുനിന്ന് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ എത്തുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ മാത്തമാറ്റിക്കൽ ടൂൾസ് നമുക്ക് വേണം, അല്ലെ? സോ ഈ മാത്തമാറ്റിക്കൽ ടൂൾസ് ഈ ഒരു മൊഡ്യൂളിൽ, ഈ ഒരു സിലബസിലെ മാത്തമാറ്റിക്കൽ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അവിടെ എത്തുന്നുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് കുറെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു പേപ്പർ ആണിത്. ഓക്കെ, പ്രോബബിലിറ്റി ആണ്, ഇതിന്റെ ഓരോ ഡിസ്ട്രിബ്യൂഷൻസിനെ പറ്റിയിട്ടാണ്, കോൺഫിഡൻസ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും റാൻഡം പ്രോസസ്സും ഒക്കെയാണ്. അപ്പൊ കുറെ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു നന്നായിട്ട് കാൽക്കുലേഷൻസ് വരുന്ന ഒരു പേപ്പറാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കേട്ട് നന്നായിട്ട് ക്ലാസ് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പേപ്പർ നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ നിങ്ങൾ എന്തിനാണ് ഈ ഒരു പേപ്പർ പഠിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, അപ്പോ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? ഇൻ പവർ ജനറേഷൻ ആൻഡ് പവർ സിസ്റ്റംസ്. പവർ ജനറേഷൻ, പവർ സിസ്റ്റംസിലൊക്കെ ഇത് എവിടെയാണ് വരുന്നത്? ഫോർകാസ്റ്റിംഗ് ലോഡ് ഡിമാൻഡ് ആൻഡ് ഔട്ടേജ് പ്രോബബിലിറ്റി. സോ എത്രത്തോളം ലോഡ് ഒരു പവർ സിസ്റ്റത്തിലേക്ക് എത്രത്തോളം ലോഡ് വരും, എപ്പോഴാണ് പവർ ബ്രേക്ക് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് ഔട്ടേജ് പ്രോബബിലിറ്റി, എത്രത്തോളം ഔട്ട് അവിടെ വരാൻ ചാൻസ് ഉണ്ട്, ഇത്ര ലോഡ് വരുമ്പോൾ എത്ര ഔട്ട് ഈ ഒരു പവർ സിസ്റ്റത്തിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ മോഡലിംഗ് ഫെയിലിയേഴ്സ് ഓഫ് ലൈൻ ട്രാൻസ്ഫോംസ്. സോ എന്താണ്, ഒരു ലൈനിന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഒരു സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് ആ സിഗ്നലിന്റെ ഫെയിലിയർ ഒക്കെ നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റും. പോസോൺ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ അതിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ന്യൂട്ടൺ റാഫ്സൺ ഫോർ
ലോഡ് ഫ്ലോ സ്റ്റഡീസ്. ന്യൂട്ടൺ റാഫ്സൺ ഒക്കെ നമുക്ക് ലോഡ് ഫ്ലോ സ്റ്റഡീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഗോസ് എലിമിനേഷൻ ഫോർ സോൾവിങ് KCL KVL നെറ്റ്വർക്ക് ഇക്വേഷൻസ്. സോ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ഇക്വേഷൻസ് ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും. സോ നിങ്ങളുടെ നെറ്റ്വർക്ക് ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സും നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യും. ദെൻ ഇലക്ട്രിക്കൽ മെഷീൻസ് ആൻഡ് ഡ്രൈവ്സ്, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റിംഗ് മോട്ടോർ ആൻഡ് ജനറേറ്റർ ലൈഫ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ എത്ര കാലം ഒരു സിസ്റ്റം വർക്ക് ചെയ്യും, ഒരു ജനറേറ്റർ എത്ര കാലം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു മെഷീൻ എത്ര കാലം വർക്ക് ചെയ്യും എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ സഹായിക്കും. അപ്പൊ ഈ ഫെയിലിയർ ടൈം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സിസ്റ്റത്തിന്റെയും സർക്യൂട്ടിന്റെയും ഒക്കെ ഫെയിലിയർ ടൈം നമുക്ക് മനസ്സിലാക്കാം. ദെൻ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഓഫ് വൈൻഡിങ്സ് ഇൻസുലേഷൻ യൂസിങ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ്. സോ മെയിൻ ആയിട്ട് നമ്മുടെ ഈ വൈൻഡിങ്സ്, ഇലക്ട്രിക്കൽ വൈൻഡിങ്സും എന്താണ് ഇൻസുലേഷനും ഒക്കെ, അതിൻ്റെയൊക്കെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് വെച്ചിട്ട് നമുക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം. അത് എത്രയൊക്കെ നമ്മുടെ ലോഡ് അത് പിടിച്ചു നിൽക്കും, എത്ര കാലം അത് നിൽക്കും എന്നുള്ളതൊക്കെ നമുക്ക് ക്വാളിറ്റി ടെസ്റ്റിംഗ് വഴി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ റുഞ്ചുകുട്ട ഫോർ മോട്ടോർ ഡൈനാമിക് സിമുലേഷൻസ്. സോ റുഞ്ചുകുട്ട മെത്തേഡ് ഡൈനാമിക് ആയിട്ടുള്ള സിമുലേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ കർവ് ഫിറ്റിംഗ് ഫോർ ടോർക്ക് സ്പീഡ് VI ആൻഡ് ഹിസ്റ്ററിസിസ് കർവ്സ്. സോ പല ടൈപ്പ് ഓഫ് കർവ്സ് ഉണ്ടാവും. സോ കർവ് ഫിറ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ കർവ്സ് ഒക്കെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഇലക്ട്രോണിക് ആൻഡ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിൽ എവിടെയൊക്കെയാണ് യൂസ് വരുന്നത്? നിങ്ങളുടെ സർക്യൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാല് നോയ്സ് നല്ലോണം വരാം അല്ലെ? നിങ്ങൾ ചെയ്യുന്ന സർക്യൂട്ട്സിലൊക്കെ നോയ്സ് നന്നായിട്ട് വരും. കാരണം എന്താണ്, നോയ്സ് എന്ന് പറയുന്നത് ഒരു നാച്ചുറലി ഒക്കർ ചെയ്യുന്നതാണ്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമാണ്, റാൻഡം ആയിട്ട് വരുന്നതാണ്. സോ ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരുന്ന നോയ്സുകളെ ഒക്കെ നമുക്ക് നമ്മുടെ പരിധിയിലാക്കാൻ പറ്റും. അത് എങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, എപ്പോ ഒരു സിസ്റ്റത്തിൽ നോയ്സ് വരാം എന്നുള്ളതിന്റെ പ്രോബബിലിറ്റി ഒക്കെ, അതിനുള്ള ചാൻസസ് ഒക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അത് എപ്പോഴൊക്കെ ഒക്കർ ചെയ്യും, അതിന്റെയൊക്കെ എക്സ്പെക്ടഡ് വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ നോയ്സ് ഇൻ സർക്യൂട്ട്സ് മോഡൽ ബൈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നോയ്സിനൊക്കെ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് മോഡൽ ചെയ്യാം. ദെൻ പ്രോബബിലിറ്റി ഓഫ് ബിറ്റ് എറേഴ്സ് ഇൻ ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഡിജിറ്റൽ സർക്യൂട്ട്സിലൊക്കെ ബിറ്റ് എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? ബിറ്റ്സ് ഒക്കെ എറർ വരാൻ ചാൻസ് ഉണ്ട്. സോ അതിന്റെയൊക്കെ പ്രോബബിലിറ്റി നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. ദെൻ ന്യൂമറിക്കൽ സൊല്യൂഷൻ ഫോർ സെമി കണ്ടക്ടർ ഡിവൈസ് ഇക്വേഷൻസ്. സെമി കണ്ടക്ടർ ഡിവൈസ് ഇക്വേഷൻസിന്റെ ഒക്കെ ന്യൂമറിക്കൽ സൊല്യൂഷൻസ് കാണാൻ നമുക്ക് യൂസ് ചെയ്യാം. കർവ് ഫിറ്റിംഗ് ഫോർ ഡയോഡ് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഡയോഡിന്റെ ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒക്കെ കർവ് ഫിറ്റിംഗ് നമുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഇങ്ങനെ ഭയങ്കര റാൻഡം ആയിട്ട് കാര്യങ്ങൾ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ഇൻഡസ്ട്രി. സോ ഇതില് BR കാൽക്കുലേഷൻസ് യൂസിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. BR കാൽക്കുലേഷൻസ് ഒക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോയ്സ് ആൻഡ് സിഗ്നൽ വേരിയേഷൻ മോഡലിംഗ് അല്ലെ? കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലൊക്കെ സിഗ്നൽസിന്റെ ഒക്കെ വേരിയേഷൻസും നോയ്സസ് വരുന്നതും ഒക്കെ നമുക്ക് എന്ത് വെച്ചിട്ട് മോഡൽ ചെയ്യാം? നോർമൽ ഡിസ്ട്രിബ്യൂഷനും എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് മോഡൽ ചെയ്യാം. Then curve fitting and numerical analysis in filter and antenna design. സോ നമ്മുടെ ആന്റിന ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കർവ് ഫിറ്റിങ്ങും ന്യൂമറിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് നമുക്കത് മോഡലിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ആ സർക്യൂട്ടിന്റെ ന്യൂമറിക്കൽ അനാലിസിസ് ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്ട്ലി എറേഴ്സ് ഒന്നും ഇല്ലാണ്ട്, ഇപ്പോൾ ഷോർട്ട് ഒന്നും വരാണ്ട് നമുക്കതിനെ മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓട്ടോമോട്ടീവ്, റെയിൽവേ ആൻഡ് EV സിസ്റ്റം. ഇതിലൊക്കെ എവിടെയാണ്? റിലയബിലിറ്റി ഓഫ് ട്രാക്ഷൻ മോട്ടോഴ്സ് ആൻഡ് സെൻസേഴ്സ്. സോ ഈ EV സിസ്റ്റംസും ഓട്ടോമോട്ടീവ് റെയിൽവേ ഇൻഡസ്ട്രിയിലും ഒക്കെ എന്താണ്, നമ്മുടെ ഈ സെൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് എത്രത്തോളം ആക്യുറേറ്റ് ആണ് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട്. പ്രോബബിലിറ്റി ബേസിന് മെയിൻ്റനൻസ് ആൻഡ് പ്രഡിക്ഷൻ. സോ പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള മെയിൻ്റനൻസ്, സിസ്റ്റംസിന്റെ മെയിൻ്റനൻസും പ്രഡിക്ഷനും ഒക്കെ നമുക്ക് നടത്താൻ പറ്റും. ദെൻ RK methods for EV battery and motors control simulation. So EV ബാറ്ററിയിലും മോട്ടോർ കൺട്രോൾ സിമുലേഷനും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ നമ്മൾ എന്തൊക്കെയാണ്? റിലയബിലിറ്റി ഓഫ് ട്രാക്ഷൻ മോട്ടോഴ്സ് ആൻഡ് സെൻസേഴ്സ്. സോ മോട്ടോഴ്സിന്റെയും സെൻസേഴ്സിന്റെയും ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ അതിന്റെയൊക്കെ റിലയബിലിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഡിഫക്ട് റേറ്റ് എസ്റ്റിമേഷൻ ഇൻ PCB ഓർ സ്വിച്ച് ഗിയർ പ്രൊഡക്ഷൻ. സോ എന്താണ് ഡിഫക്ട് റേറ്റ്? എറേഴ്സ് മെഷർ ചെയ്യുന്ന പോലെയാണ് ഡിഫക്ട് റേറ്റ് അല്ലെ? അപ്പൊ ബൈനോമിയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫക്ട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സ്വിച്ച് ഗിയർ പ്രൊഡക്ഷനിലും PCBയിലും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ദെൻ ലീസ്റ്റ് സ്ക്വയർ കാലിബ്രേഷൻ ഫോർ മീറ്റേഴ്സ് ആൻഡ് സെൻസേഴ്സ്.
ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഈ ഇൻഡസ്ട്രീസിലൊക്കെ ഇത് യൂസ് ആയി വരുന്നുണ്ട്. ദെൻ റിന്യൂവബിൾ എനർജി ഇൻഡസ്ട്രിയിൽ മോഡലിംഗ് സോളാർ ഇറേഡിയൻസ് ആൻഡ് വിൻഡ് സ്പീഡ് യൂസിങ് ഡിസ്ട്രിബ്യൂഷൻസ്. സോ ഈ വിൻഡ് സ്പീഡും സോളാർ റേഡിയേഷൻസിന്റെ ഒക്കെ വേരിയേഷൻ അല്ലെ, ഇതൊക്കെ ഒരിക്കലും നമുക്ക് എങ്ങനെ ചേഞ്ച് ആവും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ എങ്ങനെ ഇതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമ്മൾ ഇതിനെയൊക്കെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് വെച്ചിട്ട് മാപ്പ് ചെയ്യും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് എക്സാക്ട് എപ്പോഴാണ് അത് കൂടുക എപ്പോഴാണ് അത് കുറയുക എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സിസ്റ്റംസ് മാറ്റാൻ പറ്റും. ഓക്കെ, ഏറ്റവും കൂടുതൽ വിൻഡ് സ്പീഡ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ, നമ്മുടെ സിസ്റ്റം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും. ഓക്കെ, പ്രഡിക്റ്റിംഗ് റിന്യൂവബിൾ പവർ ജനറേഷൻ. സോ റിന്യൂവബിൾ പവർ ജനറേഷന്റെ പ്രൊഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ദെൻ ന്യൂമറിക്കൽ മെത്തേഡ്സ് ഫോർ PV, വിൻഡ് ആൻഡ് മൈക്രോഗ്രിഡ് സ്റ്റിമുലേഷൻ. സോ ഇതിനൊക്കെ നമുക്ക് ന്യൂമറിക്കൽ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ദെൻ ബയോമെഡിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഫീൽഡിൽ എവിടെയൊക്കെയാണ് നോയ്സ് മോഡലിംഗ് ഇൻ ECG ആൻഡ് EEG സെൻസേഴ്സ്. സോ ECG സെൻസേഴ്സിലും EEG സെൻസേഴ്സിലും ഒക്കെ നോയ്സസ് അല്ലെ, ECG എന്ന് പറഞ്ഞാൽ ശരിക്കും അത് എന്താണ്, ശരിക്കും അത് നോർമൽ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു കർവാണ്. സോ അതിലെ നോയ്സ് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന്. സോ ആ സിഗ്നൽസിന്റെ ഒക്കെ കറക്റ്റ് മോഡൽ ചെയ്യുന്നത് ഈ പ്രോബബിലിറ്റി വെച്ചിട്ടാണ്. ഓക്കെ, ആ കേർവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് നമ്മുടെ നോർമൽ കർവിന്റെ ആ ഒരു ഷേപ്പാണ്. ഓക്കെ, സോ അതൊക്കെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യും. ദെൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്യുറസി ടെസ്റ്റിംഗ് ഓഫ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. സോ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആണ്, ഇവർ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എക്സാക്ട് ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ദെൻ ന്യൂമറിക്കൽ മോഡലിംഗ് ഓഫ് ബയോ ഇലക്ട്രിക്കൽ സിഗ്നൽസ്. സോ ബയോ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഒക്കെ ന്യൂമറിക്കലി മോഡൽ ചെയ്യാനും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ പഠിച്ചാൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, നമ്മൾ ഓരോ മൊഡ്യൂളിലും ആയിട്ട് ഇതിനൊക്കെ നിങ്ങളെ എക്യുപ്ഡ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഇത് പ്രോബബിലിറ്റി പേപ്പർ ആണ്. സോ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഭാവിയിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോ ഇൻഡസ്ട്രിയിലും ആണെങ്കിലും റിയൽ ലൈഫ് കേസിലാണെങ്കിലും ഒക്കെ പ്രോബബിലിറ്റി നിങ്ങൾ പലപ്പോഴായിട്ട് കാണും. ഓക്കെ, അപ്പോ ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാം. നമ്മൾ ഓരോ സെക്ഷൻസിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ കുറെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യും. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ആൻഡ് നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതിലെ എന്താ പറയാ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നിങ്ങളുടെ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ്. ഓക്കെ, സോ നന്നായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പോ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു പേപ്പർ നമുക്ക് നന്നായി എല്ലാം എന്താ പറയാ ആ ഒരു എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളും പഠിച്ച് നമുക്ക് പോവാം. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവുക. എന്ത് ഡൗട്ട് വന്നാലും ചോദിക്കാം. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്.